ഹലോ എവ്രി വൺ. ഞാൻ നല്ലൊരു അലോവേരയുടെ സെറം ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇത് എല്ലാ സ്കിൻ ടൈപ്പിനും ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ അലോവേര ഇപ്പോൾ ഒരുവിധം എല്ലാവരും വീട്ടിലും ഉണ്ടാവും. ഒരുപാട് ബെനിഫിറ്റ് ഉള്ളൊരു സംഭവമാണ് ഈ അലോവേര. നമ്മളെ മുടിക്കും അതുപോലെ തന്നെ ഫേസിനും ഒരുപോലെ ഇത് ഗുണം ചെയ്യുന്നുണ്ട്. 2-3 ഡ്രോപ്പിൽ തന്നെ നമുക്ക് ഒരുപാട് ബെനിഫിറ്റ് ഉള്ളൊരു സംഭവമാണ് ഈ സെറം എന്നൊക്കെ പറഞ്ഞാൽ കേട്ടോ. നമ്മുടെ സ്കിന്നിൻ്റെ കളർ ഇമ്പ്രൂവ് ചെയ്യിക്കാനും അതുപോലെ തന്നെ ബ്ലാക്ക് മാർക്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കളയാൻ വേണ്ടിയിട്ടും പിന്നെ ചുളിവുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനും ഒരുപാട് സഹായിക്കുന്ന സംഭവമാണ് ഇത്. ഉണ്ടാക്കാനൊക്കെ നല്ല എളുപ്പമാണ്. പക്ഷെ നമ്മളിത് ഫേസിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയേയില്ല നമ്മളിങ്ങനെ ഒരു സംഭവം ഫേസിൽ ഇട്ടിട്ടുണ്ട് എന്നുള്ളത്. നമ്മളിത് രാത്രി തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യേണ്ടത്. ഫേസിൽ എന്ത് നമ്മൾ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഇത് നമ്മൾ നൈറ്റ് ചെയ്യുകയാണ് ഏറ്റവും ബെസ്റ്റ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വെയിലൊന്നും കൊള്ളണില്ലല്ലോ. എന്ത് പാക്ക് ഇട്ടാലും അപ്പത്തിന് നമ്മൾ വെയിലൊന്നും കൊള്ളാൻ പാടില്ല. നമ്മളിപ്പോൾ ഫേസ് പാക്ക് ഒക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാവും നമ്മൾ ഫേസിൽ എന്തെങ്കിലും വെച്ചുകൊണ്ടിരിക്കുമ്പോൾ. പക്ഷെ ഇതാകുമ്പോൾ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ടേ വരുന്നില്ല. പിന്നെ അലോവേരയൊക്കെ ആകുമ്പോൾ ഒരു വഴുവഴുപ്പൊക്കെ ഉണ്ടാവും. ഈ സെറം നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കിതൊരു പച്ചവെള്ളം യൂസ് ചെയ്യുന്ന ഒരു ഫീലേ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അല്ലേ. ഞാൻ ഇതിനെടുത്തിട്ടുള്ള ഇത്ര വലിപ്പമുള്ളൊരു പീസാണ് കേട്ടോ അലോവേരയുടെ. ഇത് എടുത്ത പാട് നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ കുത്തി ചാരിയിട്ട് വെക്കണം. അതിൻ്റെ ഉള്ളിലുള്ളൊരു മഞ്ഞ കറയൊക്കെ ഉണ്ടാവും. അതൊക്കെ ഒന്ന് പോകുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. എന്നിട്ട് വേണം നമ്മൾ അതിൻ്റെ പൾപ്പ് എടുക്കാനായിട്ട്. എനിക്കിപ്പോൾ ഇത്ര പൾപ്പാണ് കിട്ടിയിട്ടുള്ളത്. ഞാനിതൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് നരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നമുക്കൊന്ന് അരിച്ചിട്ട് എടുക്കണം. നന്നായിട്ട് തന്നെ അരിച്ചെടുക്കുക. നമുക്കിതിലേക്ക് കുറച്ചും കൂടെ സാധനങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഒരു ചെറുനാരങ്ങയുടെ ചെറിയൊരു പീസാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇത്രയും അളവിലേക്ക് ഒരു 3 ഡ്രോപ്പ് ഞാൻ ചേർത്ത് കൊടുക്കണുള്ളൂ കേട്ടോ. ചെറുനാരങ്ങ അലർജി ഉള്ളവർ ഇത് എടുക്കണ്ട. ചെറുനാരങ്ങ നമ്മൾ ഒറ്റയ്ക്ക് തേക്കുമ്പോഴാണ് കേട്ടോ പ്രശ്നം. ഇങ്ങനെ എന്തിനെങ്കിലും കൂടെ ചേർക്കുമ്പോൾ ഒരു കുഴപ്പമില്ല. ചെറുനാരങ്ങക്ക് ഒരുപാട് ഗുണങ്ങളൊക്കെ ഉള്ളതാണ്. നമ്മൾ സ്കിന്ന് ബ്രൈറ്റ് ആക്കാനൊക്കെ ഒരുപാട് സഹായിക്കുന്ന ഒരു സാധനമാണ് കേട്ടോ. ഇത് നമ്മൾ ഡെയിലി അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു റിസൾട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. നമ്മളെ മുഖത്തിൻ്റെ ആ ഒരു ചേഞ്ച് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് ഒന്ന് മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക, അല്ലെങ്കിൽ എഗ് ബീറ്റർ വെച്ചിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുകയോ ചെയ്യാം. അതിൻ്റെ ആ വഴുവഴുപ്പൊക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് നമുക്ക് ഫേസിലൊരു 1 മണിക്കൂറെങ്കിലും വെക്കണം കേട്ടോ ഡെയിലി. ഇത് തേച്ചിട്ട് വെയിൽ കൊള്ളാൻ പോകരുത്. ഇനി കുറച്ചും കൂടെ സാധനങ്ങളൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാണ്ട് കേട്ടോ. നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് വൈറ്റമിൻ ഇയുടെ ഗുളിക ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ഗുളിക മതി. നിങ്ങൾ എത്രയാണോ കറ്റാർവാഴയുടെ പൾപ്പ് എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് ഇതിൽ ചേർക്കുന്ന സാധനങ്ങളുടെ അളവും കൂട്ടി കൊടുക്കുക കേട്ടോ. ഇനി ഞാൻ കുറച്ച് ഗ്ലിസറിന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഞാൻ കുറച്ച് റോസ് വാട്ടറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഒന്നുകൂടെ ഞാൻ ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. എല്ലാം കൂടി ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം നമ്മുടെ സെറം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളിയാണ് കേട്ടോ. ഇത് നല്ലത് തേച്ചാൽ നല്ല റിസൾട്ട് എന്തായാലും നിങ്ങൾക്ക് കിട്ടും. ഇപ്പോൾ പിഗ്മെൻറ്റേഷൻ മാറാനും എല്ലാത്തിനും നല്ല സഹായിക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് ശരിക്കും വെള്ളം തൊട്ടിട്ട് നമ്മൾ മുഖത്ത് തേച്ചാലുള്ള ആ ഒരു ഫീലേ നമുക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടൊന്നും വരുന്നില്ല. ഇനി ചെറുനാരങ്ങ പ്രശ്നമുള്ളവർ തേക്കണ്ട കേട്ടോ. ചെറുനാരങ്ങ സ്കിന്നിന് അലർജി ഉള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ തേക്കണ്ട, അത് ഒഴിവാക്കുക. ഇനി വൈറ്റമിൻ ഇക്ക് പകരം നമുക്ക് ആൽമണ്ട് ഓയിലും ചേർക്കാം കേട്ടോ. നമുക്കിത് ചെറിയ ബോട്ടിലൊക്കെ ആക്കിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും
എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.